ഇനി ഞാൻ കൽപ്പിക്കാൻ പോകുന്നത്, അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പറയരുത്. അള്ള സ്ഥലകാലതീതനാണ്, അള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്നു എന്ന് പറയരുത്. അള്ളാഹുവിന് 6 ഭാഗങ്ങളുണ്ടെന്ന് വിശ്വസിക്കരുത്. 6 ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ 6 ഭാഗമുണ്ടല്ലോ, മേൽഭാഗം, താഴ്ഭാഗം, മുൻഭാഗം, പിൻഭാഗം, വലതുഭാഗം, ഇടതുഭാഗം. അള്ളാഹുവിന് അങ്ങനെ ഭാഗങ്ങളില്ല, അള്ളാഹുവിന് അവയവങ്ങളില്ല, അള്ളാഹുവിന് സ്ഥലം ഇല്ല. കാരണം എല്ലാ സ്ഥലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചതാണ്. അള്ളാഹു സൃഷ്ടിച്ച സ്ഥലത്ത് അള്ളുണ്ട് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ള എവിടെയായിരുന്നു എന്ന് ചോദ്യമില്ലേ? എല്ലാം അള്ള പഠിച്ചതല്ലേ? അപ്പൊ സൃഷ്ടിക്കുന്ന ഈ എല്ലാ സ്ഥലങ്ങളും അള്ള പഠിച്ചതാണ്. അപ്പൊ അത് പഠിക്കുന്നതിന് മുമ്പ് അള്ള ഇല്ലേ? ഉണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് സ്ഥലം ഉണ്ടോ? ഇല്ല. ഇപ്പോഴുണ്ടോ? ഇപ്പോഴും ഇല്ല. അന്നും അള്ളാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഇന്നും അള്ളാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന് മാറ്റമില്ല. ഇതാണ് മുസ്ലിമീങ്ങളായ നമ്മുടെ വിശ്വാസം. മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹം അടക്കം ഈ വിശ്വാസം എഴുതി വെച്ചിട്ടുണ്ട്. കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന ഖുർആൻ പരിഭാഷയിൽ തന്നെയുണ്ട്. ആ പരിഭാഷയിൽ അതാ മഞ്ഞ കളർ കൊടുത്ത ഭാഗം വായിച്ചു നോക്കൂ. എന്താണ് മുജാഹിദിന്റെ അമാനി മൗലവി എഴുതുന്നത്? ഏതെങ്കിലും ഭാഗവുമായോ പ്രദേശവുമായോ അവന് പ്രത്യേകം അടുപ്പവും ബന്ധവും ഇല്ല. അതിനാൽ അവന് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും ഇന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായെങ്കിലേ അവന്റെ ആഭിമുഖ്യം ശ്രദ്ധയും അതിലുണ്ടാവുകയുള്ളൂ എന്നില്ല. ഇനി അടുത്ത വാചകം ശ്രദ്ധിച്ചോളൂ. അവൻ ഏതെങ്കിലും സ്ഥലത്തോ ഭാഗത്തോ പരിമിതമായുള്ളവൻ അല്ല. അവൻ ഏതെങ്കിലും സ്ഥലത്തോ ഭാഗത്തോ പരിമിതമായുള്ളവൻ അല്ല. അള്ളാഹുവിനെ കുറിച്ചാണ് എഴുതിയത്. മുജാഹിദിന്റെ പരിഭാഷയാ വായിച്ചത്. 1952 അൽമനാറിൽ എഴുതുന്നു. അൽമനാറിലെ ഫതാവൽ മനാർ. അതിലെന്താ പറയുന്നത്? ദീനിൽ ഇല്ലാത്തതിനെ ദീനെന്ന നിലയിൽ വിശ്വസിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്ന ആൾക്കാണ് മുബ്തദി എന്ന് പറയുന്നത്. അത്തരം വിശ്വാസങ്ങളോ ആചാരങ്ങളോ ദീനിന്റെ മൗലികമായ പ്രമാണങ്ങളിൽപ്പെട്ട വല്ലതും നിഷേധിക്കുന്ന തരത്തിലോ പ്രധാന സിദ്ധാന്തങ്ങളിൽ ഏതെങ്കിലും പുച്ഛിക്കുകയോ അവമതിക്കുകയോ ചെയ്യുന്ന നിലയിലോ ഉള്ളതാണെങ്കിൽ ആ ആൾക്ക് മുബ്തദി കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. കാണുന്നില്ലേ അടിവരയിട്ട ഭാഗം എന്ന് നോക്കിക്കോളൂ. ശേഷം അൽമനാറിൽ ഉദാഹരണം പറഞ്ഞു നോക്കിക്കോളൂ. അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. മുഹമ്മദ് നബിക്കു ശേഷം വല്ല പ്രവാചകനും ഉണ്ടെന്നോ ഉണ്ടാകുമെന്നോ വിശ്വസിക്കുക. വല്ല സൃഷ്ടികൾക്കും വഴിപാട് പൂജ മുതലായത് നടത്തുക. സൃഷ്ടികളിൽ ആരെങ്കിലും അദൃശ്യ കാര്യങ്ങളെല്ലാം അറിയുമെന്ന് വിശ്വസിക്കുക. അങ്ങനെയുള്ള വിശ്വാസത്തോടുകൂടി ഉദ്ദേശ സാധ്യത്തിനോ ആപത്തിൽ നിന്ന് രക്ഷ നേടുവാനോ മറ്റോ സൃഷ്ടിയോട് പ്രാർത്ഥിക്കുക മുതലായ വല്ലതും ചെയ്യുന്ന ആളെ ഇതിന് ഉദാഹരണമായി എടുക്കാം. ഇനി നിങ്ങളൊന്ന് നോക്കൂ, ആ അടിവരയിട്ട ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കൂ. അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പൊ അയാൾ ആരാവുന്ന പറഞ്ഞത്? മുബ്തദി, കാഫിർ, അവിശ്വാസിയായ അനാചാരിയായി. ഇത് മുജാഹിദിന്റെ അൽമനാർ 1952. ഇപ്പോൾ മുജാഹിദ് അവര് തീരുമാനമെടുത്തു. പടച്ചവന് കൈയുണ്ടെന്ന് പറയണം, പടച്ചവന് സ്ഥലമുണ്ടെന്ന് പറയണം, പടച്ചവന് ഭാഗമുണ്ടെന്ന് പറയണം. 1952 അൽമനാറിൽ എഴുതുന്നു, അങ്ങനെ വിശ്വസിച്ചാൽ കാഫിറാണെന്ന്. ഇപ്പോൾ പറയുന്നതുണ്ടെന്ന് പറഞ്ഞേ പറ്റൂ. അതാണ് ഇനി നിങ്ങൾക്ക് പുതിയ അൽമനാറാ കാണിക്കുന്നത്. സ്ക്രീനിൽ നോക്കിക്കോളൂ പുതിയ അൽമനാർ. സഹോദരന്മാരെ, അൽമനാറിൽ എന്താ പറയുന്നത്? ഒരു ഹെഡിങ് തന്നെ. അള്ളാഹു എവിടെ? ഹെഡിങ് ആണ്. പുതിയ പള്ള കാണായിട്ട് അമ്മോശൻ പരസ്യം കൊടുത്ത മാതിരിയുണ്ട്. അള്ളാഹു എവിടെ?